കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു, നല്ല സന്തോഷമായി. ഇന്ന് ശ്രീലകത്ത് ആ മഹാപ്രഭുവാണ്, ചതുർബാഹുവായ ആ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ ആ മഹാപ്രഭുവിൻ്റെ രൂപം തന്നെയാണ് കളഭാലങ്കാരമായിട്ട് ചാർത്തിയിട്ടുള്ളത്. ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ നന്നായിട്ടുണ്ട്. ഇന്ന് മുപ്പട്ട്, കന്നിയിലെ മുപ്പട്ട് വ്യാഴാഴ്ചയാണല്ലോ, നല്ല തിരക്കാണ്. ഇപ്പോൾ കൊടിമരം വഴി നേരിട്ട് വിടുകയാണ് ആളുകളെ. അത് ഒരു കണക്കിന് സുഖമാണ്, ഒരു കണക്കിന് ബുദ്ധിമുട്ടുമാണ്. കാരണം ഭക്തരുടെ കാര്യം നോക്കിയാൽ രണ്ട് പേർക്കും ഒരുപോലെ ബുദ്ധിമുട്ടും നല്ല കാര്യമുണ്ട്. കാരണം ഒരുപാട് നേരം ക്യൂ നിൽക്കുന്നത് ഒഴിവായി കിട്ടും ഒന്നിച്ച് ഇതിൽ വിടുമ്പോൾ. അതിനപ്പുറം അവിടെ ചെല്ലുമ്പോൾ കൊടിമരം മുതൽ നമുക്ക് തൊഴാനുള്ളൊരു സൗകര്യം ഉണ്ടാവുകയാണ്. കുറച്ചെങ്കിൽ കുറച്ചൊന്ന് മിന്നി മറിഞ്ഞിട്ട് നമുക്ക് തൊഴാൻ പറ്റും. അപ്പോൾ അതൊരു മെച്ചമാണ്. പക്ഷേ ആ ഒരു ഓട്ടം ആണ്. ആ ഓട്ടത്തിലും അവിടെ വരുമ്പോൾ നല്ല തിരക്ക് തന്നെയാണ്. ഇതിപ്പോൾ അമ്പലത്തിൻ്റെ അവിടുത്തെ തന്നെയാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്ത് തരുന്നത്. ഞങ്ങൾക്ക് ലൈവ് തന്നെ ഇട്ട് തരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ റൂമിലേക്ക് എത്തിയിട്ട് വരാൻ കുറച്ചും കൂടി സമയമാവും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ചെയ്യാണ്. എല്ലാവർക്കും ആ മഹാപ്രഭുവിൻ്റെ ആ ഒരു അനുഗ്രഹം ഉണ്ടാവും. എന്തായാലും നമ്മളിപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഗുരുവായൂർക്ക് വരും. ആ ഗുരുവായൂരിൽ എത്തി നമ്മൾ ആ തിരക്കിലൂടെയൊക്കെ അങ്ങനെ നടന്ന് തിരക്കിലൂടെ അമ്പലത്തിൻ്റെ അവിടെ എത്തി നമ്മൾ, അതായത് മെയിൻ ക്ഷേത്രവാതിലിൻ്റെ അവിടെ എത്തിയപ്പോൾ. കാരണം അവിടെ നിർത്തുകയാണ്. അവിടെ നിർത്തിയിട്ട് ഇനി ഒന്നിച്ചാണ് വിടുക. അപ്പോൾ നമ്മൾ അവിടുന്ന് അങ്ങനെ ആ അടുത്ത ടൈമിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നെയ്വിളക്കിൻ്റെ ഒക്കെ ഇപ്പുറത്ത് കൂടെ വിളിച്ചാലും അവർക്കും ഒരു പരിമിതി ഉണ്ട്. എന്നാലും എല്ലാവർക്കും കാണാനുള്ള ഒരു ഇത്, നമ്മളിപ്പോൾ ഗുരുവായൂരപ്പനെ തൊഴാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് നോക്കി ആ കൊടിമരം കണ്ടു. ആ കൊടിമരം കണ്ടിട്ട് നേരെ അങ്ങനെ ഇതാ വിട്ടു. നമ്മളതാ ഓടുകയാണ്. ഓടിയിട്ട് എന്താ പറയുക, വാതിലിൻ്റെ അവിടെ എത്തി. വാതിലിൻ്റെ അവിടെ നിന്ന് നമ്മൾ മേൽപ്പത്തൂർ ഭട്ടതിരി ഇരുന്ന സ്ഥലത്തേക്കൊന്ന് എത്തി നോക്കുകയാണ്. പിന്നെ നരസിംഹരൂപത്തിൻ്റെ ആ ഒരു ഇതിൻ്റെ മുകളിലേക്കും തൂണിൻ്റെ മുകളിലേക്കും നമ്മൾ നോക്കി. അതോടൊപ്പം തന്നെ ആ ഗുരുവായൂരപ്പനെ നമ്മൾ അവിടെ നിന്ന് കാണും. കണ്ടപ്പോഴാണ് ആ ചതുർബാഹുവായ ആ മഹാപ്രഭുവാണ് ആ ശ്രീലകത്തുള്ളത് എന്ന് തോന്നിയത്. അങ്ങനെ അത് കണ്ടു. നമ്മൾ ഇടയ്ക്ക് മിന്നി മറിഞ്ഞിങ്ങനെ കിട്ടി അവിടെ എത്തി. നമ്മൾ ആ മണ്ഡപത്തിൻ്റെ അവിടെ എത്തി. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി കാണാനുള്ള സൗകര്യം കിട്ടി. എന്തായാലും ഇപ്പോൾ നല്ല സൗകര്യമായിട്ട് കാണാം കേട്ടോ. കുറച്ച് നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റി. നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആ ചതുർബാഹുവായ ആ മഹാപ്രഭു, ആ നാരായണ സ്വരൂപം വളരെ നന്നായിട്ട് നമുക്ക് കാണാം. ആ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ എന്താ ഒരു രസം എന്നറിയോ കാണാൻ. അങ്ങനെ നമ്മൾ ശ്രീലകത്തിൻ്റെ അവിടേക്ക് എത്തി. ആ ശ്രീലകത്തിൻ്റെ അവിടെ നിന്ന് ആ സോപാനപ്പടിയിലെത്തിയിട്ട് നമ്മൾ നോക്കുകയാണ് ഒന്നുകൂടി. അപ്പോൾ നമുക്ക് കാണാൻ നല്ല സൗകര്യമായിട്ട് കാണാൻ പറ്റുന്നു ആ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു മഹാപ്രഭുവിൻ്റെ എത്ര വർണ്ണിച്ചാലും മതിമറന്ന് തീരാത്ത ആ ഒരു മഹാസ്വരൂപത്തെ നമ്മളെ മനസ്സിലേക്ക് ആവാഹിച്ചിട്ട് നമ്മൾ ആ ഗുരുവായൂരപ്പൻ്റെ മുന്നിലേക്ക് എത്തുകയാണ്. നമ്മളെ എല്ലാ പ്രശ്നങ്ങളും അവിടെ തീർക്കുകയാണ്. അവിടെ കൊണ്ടുപോയിട്ട് സമർപ്പിക്കുകയാണ്. ആ പടി തിരുമുമ്പിൽ സമർപ്പിച്ചിട്ട് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നമ്മൾ സമർപ്പിക്കുന്നു. നമ്മൾ തൊഴുന്നു. നമ്മളെ എല്ലാ വിഷമങ്ങളും അവിടെ സമർപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ സമർപ്പിച്ചു. ഇനി എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരമായിട്ട് ഗുരുവായൂരപ്പൻ തന്നെ രക്ഷിക്കട്ടെ. ഹരേ കൃഷ്ണ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എന്തായാലും ഹൈക്കോടതിയുടെ ഉത്തരവ് അങ്ങനെ വല്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നത്തെ ഭരണസമിതി യോഗത്തിലും അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോഗ്രാഫിയൊന്നും ഇവിടെ പറ്റില്ല എന്നൊക്കെയാണ്, ഫോട്ടോ പോലും എടുക്കാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ്. എന്തായാലും നമ്മളെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. ഗുരുവായൂരപ്പൻ
നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമുക്ക് ഗുരുവായൂരപ്പനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിയും. അതിന് ആയുസ്സും ആരോഗ്യമൊക്കെ തന്നാൽ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഈ കഥയുമായിട്ട് നമ്മൾ ആ ഉച്ചപൂജ അലങ്കാരം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. എന്തായാലും ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ട്. എൻ്റെ കൂടെ വന്നിട്ട് എല്ലാവരും തൊഴുക. നന്നായിട്ട് ആ ദർശനം കിട്ടും. ആ ഗുരുവായൂരപ്പൻ്റെ ദർശനം എല്ലാവർക്കും കിട്ടട്ടെ. എല്ലാവരെയും നമ്മുടെ ഗുരുവായൂരപ്പൻ കാത്തുരക്ഷിക്കും. ഇന്നിപ്പോൾ 19-ാം തീയതിയാണ്. കന്നിയിലെ 30 വ്യാഴവും ആ വ്യാഴ ദർശനം കിട്ടിയ പ്രതീതി ഉണ്ടാവട്ടെ എല്ലാവരുടെ മനസ്സിലും. ശരീരമല്ലേ പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുന്നു.